നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതകളെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യവും ശക്തിയും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്രോതത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുവായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോസ്തോ മിങ്കാലോസ് കുരിയനായിസോൻ. ഭക്തർ പുകഴ്ച ഭാജനമേ നിലുദിച്ചോരേകസുതേൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണയിക്കേണം. വൃത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്തനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാം. ഒരുപോലെങ്ങും മോർത്തോമാസ്ലീഹ മേലും നിന്നോർമ്മ ഉദകണമേ, നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണവുമേ നീക്കും നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 112 സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യം നമുക്ക് പഠിക്കാം. കർത്താവേ, ഇവിടുത്തെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഹൃദയണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ബാറഹിമോർ. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദൈവമേ, സുദിനക്ക് യോഗ്യമാകുന്നു. ബാറക്മോർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പരിശുദ്ധ സമാജത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഈ വലിയ പ്രോഗ്രാമിന് അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ നടത്തുന്ന അഭിഷിക്തനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങളുടെ അനുഗ്രഹത്തിനായി ഭവിപ്പാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ.
കേൾക്കുന്ന വചനം ഞങ്ങളുടെ അനുഗ്രഹത്തിന്, ദേശത്തിൻ്റെ അനുഗ്രഹത്തിന്, ഇത് ശ്രമിക്കുന്ന എല്ലാ മക്കളുടെയും അനുഗ്രഹത്തിന് ഉതകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിരന്തരം നടക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൂട്ടായ്മ ഞങ്ങളുടെ മേൽ ആവശ്യിച്ച് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും തിരുനാമ മഹത്വത്തിനും ദൈവമേ അടിയങ്ങളുടെ അനുഗ്രഹത്തിനുമായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാജത്തിൻ്റെ മിഷണറിമാരെയും സമാജത്തിൻ്റെ എല്ലാ ബന്ധപ്പെട്ട തിരുമേനിയെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, അവിടുത്തെ പൊന്നുനാമം ഞങ്ങളുടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവെ ആദ്യ അവസാനം കൂടിയിരിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ കേൾക്കണമേ. ആമേൻ. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കൃപയെ ഗേണം കൃപാനിധിയെ 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 കൃപയെ ഗേണം കൃപാനിധിയെ 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 മുൻപേ പോയ നിൻ പിൻപേകെ മേപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. താതാ നിന്നിഷ്ടം മന്നിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ. താതാ നിന്നിഷ്ടം മന്നിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ. ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ പ്രതിവാര കൺവെൻഷനിലൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് മനുഷ്യൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ കാണുന്നത് അനേകം മനുഷ്യരുടെ മരണങ്ങളാണ്. ഓരോ മനുഷ്യനും ഭീതിയോടുകൂടിയാണ് ഓരോ ദിവസത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ എന്നിലേക്ക് കോവിഡ് എന്ന രോഗം എത്തിച്ചേരുകയും ഞാൻ മരണത്തിന് അധീനനാവുകയും ചെയ്യുമെന്നുള്ളൊരു ഭയം മനുഷ്യനെ ഓരോ നിമിഷവും വേട്ടയാടുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗത്തെ ഓർത്ത് ഭയപ്പെടുന്നവനല്ല, മറിച്ച് ആ രോഗത്തെ മാറ്റുന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നവനായിരിക്കണം. എപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം. ആ പ്രതിസന്ധികളിലേക്കല്ല ഒരു വിശ്വാസി നോക്കുന്നത്, മറിച്ച് അതിനെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന ദൈവത്തിങ്കിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയുടെ കാലത്തും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. ഏത് ജീവിത സാഹചര്യങ്ങൾക്ക് നടുവിലും നമ്മെ സഹായിക്കുവാനെത്തുന്ന ദൈവത്തിൽ തന്നെ നമുക്ക് ശരണപ്പെടാം. ഇന്ന് രോഗത്തിൽ നിന്ന് വേദനിക്കുന്ന ഒരുപാട് മക്കളെ നാം കാണുന്നു. എന്നാൽ വിശുദ്ധ വചനം നമ്മെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള വചനം നമുക്ക് നൽകുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലാണ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം നമുക്ക് ഒരു ഉപാധി നൽകുന്നത്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കണം. അവൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വ്യാധികളെ അകറ്റിക്കളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വചനം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നാം മനസ്സിലാക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: You shall worship the Lord your God, and I will bless your bread and your water, and I will take sickness away from among you. അർത്ഥം ഇതാണ്: നീ നിന്റെ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിന്റെ ഭക്ഷണത്തെയും വെള്ളത്തെയും ഞാൻ ആശീർവദിക്കും, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ നിന്നിൽ നിന്ന് രോഗങ്ങൾ എടുത്തു കളയും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ: ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന ജനം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ 430 വർഷക്കാലം കഴിയുമ്പോൾ അവരുടെ പ്രാർത്ഥനയും നിലവിളിയും കേട്ട ദൈവം അവരെ വിടുവിക്കുവാൻ മോശയെ തിരഞ്ഞെടുക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തുവാനായി ദൈവകൽപ്പന പ്രകാരം ഫറവോന്റെ മുമ്പിൽ നിന്ന് അവനോട് പറയുന്നത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വ്യക്തമായി നമുക്ക് തരുന്നുണ്ട്. എന്താണത്? ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവജനത്തെ വിട്ടയക്കുക. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവൻ ഇസ്രായേൽ എന്ന ജനം ദൈവത്തിന്റെ ജനമാകിയാൽ അവൻ ഏറ്റവും മുമ്പിൽ വെക്കേണ്ട കാര്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നത്. അപ്രകാരം വിടുവിക്കുന്ന ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം കാണുന്നത്: നീ എന്നെ ആരാധിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, അല്ലെങ്കിൽ വ്യാധികൾ അകറ്റിക്കളയും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് വർഷിപ്പ് അഥവാ ആരാധന എന്ന വാക്ക് ആദ്യമായി നാം കണ്ടെത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് വർഷിപ്പ് എന്ന വാക്ക് നാം കാണുന്നത്. 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ ദാസന്മാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടെ വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാനായി മോറിയാമറയിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് ഇവിടെ നാം വായിക്കുന്നത്. അവിടെയാണ് നാം ഈ വാക്ക് ആദ്യമായി കാണുന്നത്. അബ്രഹാം തന്റെ ദാസന്മാരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും പോയി ആരാധന അർപ്പിച്ചിട്ട് മടങ്ങി വരാം. എന്താണ് അവിടെ നടക്കുന്ന ആരാധന? സ്വന്തം മകനെ ബലി അർപ്പിക്കുന്നതാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടെ ആഴത്തിൽ ആ ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. അബ്രഹാമിന് അവന്റെ നല്ല പ്രായത്തിൽ ലഭിച്ചവനല്ല ഇസഹാക്ക്. 75-ാം വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. ഞാൻ നിന്നെ ഒരു ജനതയാക്കുമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവൻ 75 വയസ്സാണ് എന്ന്
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് ഇസഹാക്ക് ജനിക്കുന്ന സമയത്ത് അവന് 100 വയസ്സാണ്. 100-ാം വയസ്സിലാണ് അവന് മകൻ ജനിക്കുന്നത്. അപ്രകാരം ചിന്തിച്ചാൽ 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം അബ്രാഹാമിന് മകനെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അബ്രാഹാമിന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാത്തിരുന്ന് കിട്ടുന്ന കുഞ്ഞിനെ ലാളിച്ചും താലോലിച്ചും സ്നേഹിച്ചും അവനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ദൈവം അവനോട് പറയുന്നു, നീ നിന്റെ മകനെ ബലിയർപ്പിക്കുക. പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ നാം ആ ഭാഗത്ത് കാണുന്നെങ്കിലും ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ചിന്താവിഷയത്തിൽ അച്ഛൻ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഇസഹാക്കിനെ ബലിയർപ്പിക്കുമ്പോൾ അബ്രാഹാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠം ഇതാണ്: ദൈവമേ, നീയാണ് എനിക്ക് വലുത്, എന്റെ മകനല്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവാരാധന. ഇന്ന് ദൈവാരാധന ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഉദ്ദേശം മാറിപ്പോകുന്നുണ്ട്. ദൈവത്തെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന മനോഭാവം ഇന്ന് സമൂഹത്തിൽ ഉണ്ടോ എന്ന് നാം ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഇന്ന് ആരാധന സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഓരോരോ ആവശ്യങ്ങളാണ്. പുതിയ നിയമസഭയായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്നുള്ളത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന കൂദാശകളുടെ രാജ്ഞിയാണ്. ഏത് കൂദാശകളുടെ മുമ്പിലും വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടാണ് നടത്തുന്നത് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ആരാധന നാം നടത്തുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ എപ്രകാരമാണ് അതിൽ സംബന്ധിക്കുന്നത്? ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. 3 കുർബാന, 5 കുർബാന, 10 കുർബാന, 3 കുർബാന, പെരുന്നാളുകള്, ഇവയെല്ലാം നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആവശ്യം വേണ്ട എന്നല്ല അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ആവശ്യത്തിന് വേണ്ടി മാത്രമായി ദൈവാരാധന മാറിപ്പോകുന്നു. ഓരോ ആരാധനയിലും മനുഷ്യർ സംബന്ധിക്കുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുന്നു. എനിക്ക് വീട് വേണം, ജോലി വേണം, സമ്പത്ത് വേണം, വിദേശത്ത് പോകണം, അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ ആരാധനയിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ ഒരിക്കൽ പോലും മനുഷ്യൻ, ദൈവമേ, എനിക്കൊന്ന് വിശുദ്ധനാകണം, നിന്റെ സ്നേഹം എനിക്ക് ആരാധനയോടെ അനുഭവിക്കുവാൻ സാധിക്കണം, നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കണം, ഇങ്ങനെ ചിന്തിച്ച് ദൈവാരാധന നടത്തുന്ന എത്ര വ്യക്തികൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പ്രത്യേക ഉദ്ദേശങ്ങൾക്കായി ആരാധന നടത്തുന്നത് നാം കാണുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സമയപരിധി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേഗം മുന്നോട്ട് പോകാം. ഇസ്രായേൽ ജനം, ദൈവം ഇസ്രായേലിനെ ഒരു രാജ്യമായി മാറ്റുമ്പോൾ ഇസ്രായേൽ ജനത്തിന് രാജാക്കന്മാരെ ദൈവം കൊടുക്കുന്നുണ്ട്. ആ രാജാക്കന്മാരിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തിയാണ് ആഹാബ് രാജാവ്. ആഹാബ് രാജാവിനെ നാം കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 16, 17, 18 അധ്യായങ്ങളിലൊക്കെയാണ്. ആഹാബ് സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ദൈവത്തിന് ആരാധന കൊടുക്കാതെ ബാൽ ദൈവത്തിന് ആരാധന കൊടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ബാൽ ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ ആ ആരാധനയുടെ പിന്നിൽ ആഹാബിന് ഒരു ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് നാം മനസ്സിലാക്കുന്നത് ബാൽ ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ബാൽ എന്നാൽ ഒരു കനാന്യ ദേവനാണ്. മഴയുടെ ദേവൻ എന്നാണ് കനാന്യർ ബാലിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആകാശത്ത് മേഘങ്ങൾ വന്നു കൂടുമ്പോൾ കനാന്യർ വിശ്വസിച്ചത് ഇത് ബാലിന്റെ രഥമാണെന്നാണ്. മഴ പെയ്യുന്നത് ബാലിന്റെ കൊട്ടാരത്തിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് മഴ എന്നാണ് കനാന്യർ വിശ്വസിച്ചിരുന്നത്. ഇടിമന്നിലുണ്ടാകുമ്പോൾ അവർ ചിന്തിച്ചത് ഇത് ബാലിന്റെ വാളാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ബാലിന് ആരാധന സമർപ്പിക്കുമ്പോൾ അവർക്ക് മഴ ലഭിക്കും, അവരുടെ കൃഷി വലുതാകും, അവരുടെ സമ്പത്തിന്റെ മേഖല വർദ്ധിക്കും. ഈ ഉദ്ദേശത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിട്ടാണ്
ബാൽ ദൈവത്തെ അവൻ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആഹാബ് ബാൽ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പിന്നിലും ഇതേ ഉദ്ദേശമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് അവർക്ക് മഴ ലഭിച്ചില്ല. കണ്ടോ, ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് മാത്രമാകരുത് ദൈവാരാധന. ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മാറാ രോഗങ്ങളുടെയും മാറാമാരികളുടെയും എല്ലാത്തിന്റെയും ഒരു കാരണം. എല്ലാം അതാണെന്ന് അച്ഛൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ കുർബാന വെറും ഒരു ചടങ്ങ് മാത്രമാണെന്നും അത് വെറും ഒരു ഓർമ്മ മാത്രമാണെന്നും അത് സൗകര്യമുള്ളപ്പോൾ സംബന്ധിച്ചാൽ മതിയെന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാന കാണുവാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ എല്ലാ ഞായറാഴ്ചയും അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. നാളെ എന്താകുമെന്നും നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവാരാധനയ്ക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന കർണാടകയിൽ വളരെ പാവപ്പെട്ട മനുഷ്യരായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൽ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ചൂട്ട് കത്തിച്ച് വഴിയിലൂടെ നടന്നു വേണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ. അന്ന് ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ഞങ്ങളൊന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വാഹനങ്ങളുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പോകുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഉദാസീനതയിലേക്ക് മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ദൈവാരാധനയുടെ നില മാറിയത് കൊണ്ടാകാം നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ എൻ്റെ ഉദ്ദേശശുദ്ധി മാറിയാൽ അതെനിക്ക് ബാലായി മാറുകയാണ്. ഞാൻ ആരാധന നടത്തി പുറത്തിറങ്ങുമ്പോൾ എന്നെ കാണുന്ന എൻ്റെ ജനം പറയണം, അച്ഛൻ്റെ ആരാധന വളരെ മനോഹരമായി, ഇതിന് ഞാൻ സന്തോഷിച്ചു, വീണ്ടും വീണ്ടും അപ്രകാരം എൻ്റെ ശബ്ദം, എൻ്റെ ശരീരം, എൻ്റെ എല്ലാ ആരാധന എന്നുള്ള മനോഭാവത്തോടുകൂടി അത് അർപ്പിച്ചാൽ അത് ബാൽ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയായി മാറും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ ആരാധന നടത്തേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത്. നിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ താഴത്തേക്ക് ഭാഗം നാം വായിക്കുന്നുണ്ട്. എന്റെ രക്തം കുടിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവനോടൊപ്പം ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. ഈ ഒരു സന്തോഷമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ഇപ്പോ അച്ഛനായ ഞാൻ ഇടവക ജനങ്ങളോട് പറയുകയാണ്, നാളെ ആരാധനയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരാധനയിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അവരുടെ വ്യക്തിപരവും ഭൗതികവുമായ ആവശ്യങ്ങളാണ്. ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ പറയില്ല, അച്ഛാ, ഞാനൊന്ന് മാനസാന്തരപ്പെടാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ സ്നേഹം കിട്ടാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ? പാപം ചെയ്യാതിരിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ കിട്ടാൻ അച്ഛൻ എനിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിലൊന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഇന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവാരാധന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതിന്റെ ശരിയായ ഉദ്ദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം അതാണ്. നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ അപ്പവും വെള്ളവും ഞാൻ അനുകരിക്കും. നിനക്ക് പട്ടിണി ഉണ്ടാവുകയില്ല, നിനക്ക് ഒരു കുറവും ഞാൻ വരുത്തുകയില്ല. രണ്ടാമത്, നിന്നിൽ നിന്ന് ഞാൻ രോഗങ്ങളെ, വ്യാധികളെ നീക്കിക്കളയും. ഇത് ദൈവം നമ്മളോട് പറഞ്ഞ വാക്കാണ്. ഇസ്രായേൽ ജനത്തോട്, പഴയ നിയമ ഇസ്രായേലിനോട് അത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മോടും ദൈവം പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി ആരാധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താതാ നിന്നിഷ്ടം മന്നിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ
ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ ഈ പ്രതിവാര കൺവെൻഷനിൽ മുഖാമുഖം കാണുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനും പരിപാലനത്തിനുമായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം വളരെ ഭാഗ്യകരമായ ഒരു കൂട്ടായ്മയിലാണല്ലോ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജേക്കബ് മുളയങ്കോട്ടിൽ അച്ഛനിലൂടെ ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുക എന്ന അതിമനോഹരമായ ഒരു സന്ദേശമാണല്ലോ നാം കേട്ടുകൊണ്ടിരുന്നത്. ആരാധനയ്ക്ക് എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ടെന്നും അത് എത്രത്തോളം നിഷ്ഠയോടും ചിട്ടയോടും കൂടെ അർപ്പിക്കണമെന്നും അതിനകത്ത് യാതൊരു മായവും കലർത്തരുത് എന്നും ആരാധന കേവലം കാട്ടിക്കൂട്ടലുകളോ ചടങ്ങുകളോ അല്ല, ആത്മാവിന്റെ അർപ്പണമാണെന്നുമൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ പര്യാപ്തമാണ്. പലപ്പോഴും നമുക്ക് സ്വയശോധനയ്ക്ക് ഉതകുന്നതാണ് തിരുവചനങ്ങളെല്ലാം. അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ അന്തരാത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുവാനാണ് നമുക്ക് ഭാഗ്യം ലഭിക്കുന്നത്. അബ്രഹാം പിതാവിന്റെ വിശ്വാസത്തിൽ നിന്നുള്ള ആരാധന സംബന്ധിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. അബ്രഹാമിന്റെയും സാറായുടെയും വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ തീക്ഷ്ണതയെക്കുറിച്ച്, ആ വിശ്വാസ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് അവർ അർപ്പിച്ച ആ വലിയ യാഗത്തെക്കുറിച്ച്, ആരാധനയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പോയ രംഗത്തെക്കുറിച്ചുള്ളതായ വർണ്ണനയാണ്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ അബ്രഹാം തന്റെ വിശ്വാസമാണ് ഏറ്റവും മുന്നിൽ നിർത്തിയത്. അവിശ്വാസിയായില്ല, സംശയിച്ചില്ല. എന്റെ മകൻ കടൽക്കരയിലെ മണൽത്തരി പോലെ, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ എണ്ണാനാകാത്ത ഒരു തലമുറയ്ക്ക് കാരണഭൂതനായി തീരുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്ത വിലമതിക്കാനാകാത്ത പ്രതിജ്ഞ നിലനിൽക്കയാൽ തന്നെ തന്റെ മകനെ ഹോമയാഗപീഠത്തിന്മേൽ കത്തിച്ച് ചാരമാക്കിയാൽ ആ ചാരത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തനിക്ക് തിരികെ തരുവാൻ മതിയായ ഒരു ദൈവമുണ്ടെന്നുള്ള ഉള്ളുറപ്പും വിശ്വാസവുമാണ് അബ്രഹാമിനെ അപ്രകാരം ഒരു ആരാധനാർപ്പണത്തിന് പ്രാപ്തനാക്കിയത്. അബ്രഹാം സംശയിച്ചിരുന്നെങ്കിൽ ആ ആരാധന നടക്കില്ലായിരുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കില്ലായിരുന്നു. അബ്രഹാം ഒരല്പം പോലും സംശയിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം തിരിച്ചറിയേണ്ട നമ്മുടെ ആരാധന വിശ്വാസത്തിന്റെ ഉറപ്പിൽ നിന്നുള്ള ആരാധനയായിരിക്കണം. എന്റെ ദൈവം മതിയായവനാണെന്നുള്ള ഉറപ്പിൽ നിന്നുള്ള ആരാധന. എന്റെ ദൈവം എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്റെ ദൈവം എന്റെ രക്ഷിതാവാണ്, എന്റെ ദൈവം എന്റെ പരിത്രാതാവാണ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി നിത്യതയിൽ തന്റെ സ്വന്തം ഭവനത്തിൽ ഓഹരി ഒരുക്കിയിട്ടുള്ളവനാണ്, എന്റെ ദൈവം എനിക്ക് വിലമതിക്കാനാകാത്ത ഭാവികാലം ഒരുക്കി വെച്ചിട്ടുള്ളവനാണ് എന്ന ഉള്ളുറപ്പോടുകൂടി വേണം ദൈവത്തെ ആരാധിപ്പാൻ. ഭൗമലോകത്തെ താൽക്കാലികമായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്നയോളം അവൻ ചെയ്തു തന്ന, ഇപ്പോഴും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന വിലമതിക്കാനാകാത്ത ഉപകാരങ്ങളെക്കുറിച്ചുള്ള കൃതജ്ഞതാ പ്രകടനമാകണം നമ്മുടെ ആരാധനകൾ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ആരാധനകൾ വിലപേശലുകളായി തരംതാണു പോകാറുണ്ട്. എന്നാൽ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ആരാധനകൾ കൃതജ്ഞതാ സ്തോത്രങ്ങളായി ദൈവം മുമ്പാകെ സമർപ്പിക്കണം.
വരും വരായികളെ കുറിച്ച് വിലയിരുത്തി മനസ്സ് ചഞ്ചലപ്പെട്ട് സംശയാലുവായി ദൈവത്തിനുള്ള മഹത്വം പിൻവലിക്കുവാനല്ല ദൈവമക്കൾക്ക് ഇടവരേണ്ടത്. ദൈവം മതിയായവനാണെന്നുള്ള ഉള്ളുറപ്പോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ആർജവത്വമാണ്, അതാണ് ദൈവമക്കൾ സമ്പാദിക്കേണ്ടത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവിന്റെ വിശ്വാസ തീക്ഷ്ണത നാം ബോധ്യപ്പെട്ടിട്ട് നാം തികഞ്ഞ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കണം. മറ്റുള്ളവർ ആരാധിക്കുന്നത് കണ്ട് ആരാധിച്ചാൽ അത് വിശ്വാസത്തിന്റെ ആരാധനയാകില്ല. പാരമ്പര്യമായി ചെയ്തു വന്നു എന്നുള്ളതായ ഒരു പരിചയത്തിൽ നിന്നോ ബോധ്യത്തിൽ നിന്നോ ഒരു ആരാധന അർപ്പിച്ചാൽ അതും പൂർണ്ണതയുള്ള ആരാധനയാകില്ല. എന്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള ഉറപ്പിൽ നിന്നാകണം ആരാധന ഉടലെടുക്കുന്നത്. എന്റെ ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, അവൻ എന്റെ ശിക്ഷ മാറ്റിയിരിക്കുന്നു, എനിക്ക് പകരം ശിക്ഷ ഏറ്റിരിക്കുന്നു, എന്നെ മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും പിശാചിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എനിക്ക് നിത്യമായ സ്വർഗത്തിൽ തന്നോടുകൂടെ വാസമൊരുക്കിയിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് വേണം ദൈവത്തെ ആരാധിപ്പാൻ. അപ്പോൾ അത് കൃതജ്ഞതാ സ്തോത്ര പ്രകടനമായി ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് അത് അർപ്പിക്കേണ്ടതെന്ന് 50-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ രേഖപ്പെടുത്തുന്നുണ്ട്. 50-ാമത്തെ സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ തിരുവചനം, സ്തോത്രമെന്ന യാഗമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കണം. അവിടെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ആരാധിക്കുന്നവർ തങ്ങളുടെ നടപ്പിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. സ്വന്തം നടപ്പിനെ ക്രമപ്പെടുത്താത്തവൻ ദൈവത്തിനർപ്പിക്കുന്ന ആരാധനകൾ ആരാധനയായി അംഗീകരിക്കപ്പെടില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് പലപ്പോഴും ആളുകൾ പാപത്തെ പുണർന്നുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് ആരാധന അർപ്പിച്ച് ദൈവത്തിന്റെ കണ്ണു മൂടിക്കെട്ടി ദൈവപ്രസാദം നേടാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പാപപ്രവർത്തികൾക്ക് മറപിടിക്കാനല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. നടപ്പ് ക്രമപ്പെടുത്തിയിട്ട് നിർമ്മലമായ ഹൃദയത്തോടും നിർമ്മലമായ ജീവിതത്തോടും കൂടി വേണം ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത് തികഞ്ഞ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് ജീവിതം ക്രമപ്പെടുത്തി വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ്. കറകളങ്കങ്ങൾക്ക് ജീവിതം പണയപ്പെടുത്തി വെച്ചുകൊണ്ട് ഒരാൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് വന്നാൽ അത് ആരാധനയാകില്ല. അത് ദൈവസന്നിധിയിലുള്ള കേവലം നമ്മുടെ കോമാളി പ്രകടനങ്ങൾ മാത്രമായി തരം താണു പോകും. കാരണം ദൈവം എല്ലാം അറിയുന്നവനാണ്, ഹൃദയനിലകളെ പരിശോധിച്ചറിയുന്നവനാണ്, മനസ്സിന്റെ ചിന്തകളെ വിവേചിക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിപ്പാനെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പ്രിയ ദൈവമക്കളെ, ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് എന്തും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാകണം ആരാധന. മറ്റൊന്നിനു വേണ്ടിയുമല്ല ആരാധന അർപ്പിക്കേണ്ടത്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമായിരിക്കണം. എന്ന് അനേകരും നടത്തുന്ന ആരാധനകളുടെ അന്തർധാരകൾ പരിശോധിച്ചാൽ അതിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട അജണ്ട. സ്വന്തം സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്താനോ സ്റ്റാറ്റസ് ലോകത്തെ അറിയിക്കുവാനോ ലോകരുടെ കയ്യടി വാങ്ങുവാനോ ഒക്കെ വേണ്ടി ആർഭാടമായി പലരും പല ആരാധനാഘട്ടങ്ങളും ചിട്ടപ്പെടുത്തുകയും അതിന്റെ പേരിൽ നോട്ടീസുകൾ അടിക്കുകയും പോസ്റ്ററുകളും പരസ്യങ്ങളും നൽകുകയും ഒക്കെ ചെയ്തിട്ട് ഒരു വലിയ പരസ്യത്തിന്റെ മധ്യേ നിന്ന് ആരാധന അർപ്പിക്കുമ്പോൾ ആ ആരാധന സ്വയം പ്രകാശന ആരാധനയായി തരം താണു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് വേണം ദൈവത്തെ ആരാധിപ്പാൻ. അതിനകത്ത് മഹത്വമെടുക്കുവാൻ മനുഷ്യന് അർഹതയില്ല. എന്തുകൊണ്ടെന്നാൽ ആരാധിക്കപ്പെടുന്നവനാണ് ആരാധനയ്ക്ക് അർഹൻ, അവൻ മാത്രമാണ് അതിനർഹൻ. സകല മഹത്വവും കർത്താവിനാണ്. ആരാധനയിൽ പങ്കുചേരുന്നവരും ആരാധനയ്ക്ക് സാക്ഷികളാകുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ളതായ വിനയത്തോടും സമർപ്പണത്തോടും താഴ്മയോടും കൂടി വേണം ആരാധന അർപ്പിക്കുവാൻ. ആരാധന അർപ്പിക്കുമ്പോൾ അല്പം പോലും അഹന്ത അത് അർപ്പിക്കുന്നവന്റെ ഉള്ളിൽ ഉണ്ടായിക്കൂടാ. ഉണ്ടാകുന്നുവെങ്കിൽ അത് ആരാധനയായി അംഗീകരിക്കപ്പെടില്ല എന്നുകൂടെ ഇവിടെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ എത്രത്തോളം നിഷ്കളങ്കതയോടെ വിനയത്തോടെ അർപ്പിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ആരാധന ഏതെല്ലാം തലങ്ങളിലാകണമെന്നുള്ളതാണ്. ജീവിതം തന്നെ ആരാധനയായി മാറണമെന്നാണ് അതേക്കുറിച്ച് പറയുക. നമ്മുടെ ജീവിതം തന്നെ ആരാധനയായി മാറണം. നമ്മുടെ സംസാരങ്ങൾ ദൈവത്തിനുള്ള ആരാധനകളായി മാറണം. നമ്മുടെ പെരുമാറ്റങ്ങൾ ദൈവത്തിനുള്ള ആരാധനകളായി മാറണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ ദൈവത്തിനുള്ള ആരാധനകളായി മാറണം.
നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിനുള്ള ആരാധനയായി മാറണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ടല്ലോ, അതിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. അപ്പോൾ നമ്മളെ തന്നെയാണ് യാഗമായി സമർപ്പിക്കുവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. പത്രോസ്ലീഹ പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-16 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ അവനെ ആരാധിക്കുകയാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നവർ അവനെ ആരാധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ സഹതന്മാർ, വിശുദ്ധ സ്ലീഹന്മാർ ദൈവത്തെ തങ്ങളുടെ ജീവിതം കൊണ്ട് ആരാധിച്ചവരാണ്. അവർ രക്തം കൊടുത്ത് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. പലപ്പോഴും അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ജീവിതം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ, അല്ലെങ്കിൽ അവനാണ് ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുന്നവനെന്ന് കർത്താവ് പറഞ്ഞു വെക്കുമ്പോൾ, അങ്ങനെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, അധരം കൊണ്ടുള്ള സ്തുതികളെക്കാൾ അധികമായി ജീവിതം കൊണ്ടുള്ള ആരാധനയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. ഇന്നേ ദിവസം വിശുദ്ധ ആരാധനയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചിന്തിപ്പിക്കുകയാണ്. അപ്രകാരം നാം ഭക്തിയോടുകൂടെ ആരാധിക്കുമെങ്കിൽ, വിശുദ്ധിയോടുകൂടെ ആരാധിക്കുമെങ്കിൽ, വിശ്വാസത്തോടുകൂടെ ആരാധിക്കുമെങ്കിൽ, ദൈവനാമ മഹത്വത്തിനായി ആരാധിക്കുമെങ്കിൽ, ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ബഹുമാനപ്പെട്ട ജേക്കബ് മുളയങ്കോടച്ചൻ കുറിവാക്യം വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ഇടപെട്ട് നമുക്ക് സൗഖ്യം തരുവാൻ, നമുക്ക് സമാധാനം തരുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് എല്ലാറ്റിനും മതിയായ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ആരാധനകൾ ചടങ്ങുകളായി തരം താഴുമ്പോൾ, നമ്മുടെ ആരാധനകളിൽ ആത്മാർത്ഥതകളില്ലാതെയാകുമ്പോൾ, നമ്മളുടെ ആരാധനകൾ യോഗ്യതകളില്ലാത്തതായി പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നത് കേവലം ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ജീവിതം വിലപ്പെട്ടതാണ്. ആ ജീവിതം തന്ന ദൈവത്തെ ആരാധിക്കണം. എല്ലാ അർത്ഥതലങ്ങളിലും ദൈവത്തെ ആരാധിക്കണം. ഇന്നത്തെ ദിവസം ഇപ്രകാരം നമുക്ക് പ്രബോധനം തരുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ആരാധനകളെ നമുക്ക് വിലയിരുത്താം. അതിന്റെ കുറവുകളും കേടുകളും തീർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിരന്തരമായ ദൈവത്തിന് ആരാധന കരയറ്റാം. ഇന്നും ഈ കൺവെൻഷൻ ഭാഗ്യകരമായി നടത്തുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് മഹത്വവും ആരാധനയും സ്തുതിയും കരയറ്റാം. പ്രിയപ്പെട്ടവരെ, ഇന്നും അഭിയുന്ന തിരുമേനി ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ചല്ലോ. ഇന്ന് ഗാനശുശ്രൂഷ നടത്തിയ പ്രിയ മകനെ ഓർക്കുന്നു. ഇന്ന് വേദപുസ്തകത്തിൽ വായിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട കർത്തൃദാസനെ, ഞങ്ങൾ മിഷണറിയെ ഓർക്കുന്നു. അതുപോലെ ഇന്ന് പ്രധാന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത് ക്രമപ്പെടുത്തുവാൻ അധ്വാനിച്ച കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ വിനയത്തോടെ ഓർക്കുന്നു. ഒരു ടീം ഇതിന്റെ പിന്നിൽ അത്യധ്വാനം ചെയ്യുന്നുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ശുശ്രൂഷകരെ എല്ലാം ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം വലിയ പ്രതിസന്ധിയിലാണ്. കേരളം പ്രത്യേകാൽ അതികഠിനമായ പ്രതിസന്ധികളിലൂടെ ഈ നാളുകളിൽ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്ത വെള്ളിയാഴ്ച പ്രതിവാര കൺവെൻഷന്റെ അടുത്ത യോഗം ചേരുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കണം എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഈ കൺവെൻഷൻ സംബന്ധിച്ച് നിങ്ങൾ അറിയിപ്പുകൾ കൊടുക്കണം. ഈ ചാനൽ കഴിവുള്ളിടത്തോളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ശുശ്രൂഷകൾക്ക് എല്ലാ കൈത്താങ്ങലും പിന്തുണയും നൽകി ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം. നമ്മുടെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. വൃദ്ധസദനത്തിലെ പ്രായം ചെന്ന മാതാപിതാക്കളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കണം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ നല്ല കരുതലിനും സഹകരണത്തിനും നന്ദി പറയുന്നു. ഈ ടീമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല വൈകുന്നേരത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ ഞങ്ങളെ ചേർത്ത് ഇരുത്തിയിട്ട് അവിടുന്ന് ഞങ്ങളോട് മധുരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ദൈവത്തെ ആരാധിക്കേണ്ട വിധങ്ങളെക്കുറിച്ചാണല്ലോ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചത്. ആരാധനയിലൂടെ ഞങ്ങൾ എന്ത് പ്രാപിക്കുന്നു എന്ന് അവിടുന്ന് ഞങ്ങളെ ഇന്ന് പ്രബോധിപ്പിച്ചല്ലോ. ദൈവമേ, ഇന്ന് ശുശ്രൂഷ നിർവഹിച്ച ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ഈ തിരുവചനങ്ങളൊക്കെ കേട്ട് ധ്യാനിച്ചു കൊണ്ടിരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാതികൂല്യത്തിൽപ്പെട്ടിരിക്കുന്ന
പ്രത്യേകിച്ച് COVID-19 ബാധിച്ച് വലിയ പ്രയാസത്തിലും അത്യാസനങ്ങളിലുമൊക്കെ കഴിയുന്ന അനേകം ആളുകൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അവരെല്ലാവരെയും പേരായി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തിലെല്ലാം കൈവിട്ടു പോയവരെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ നാളുകളായിരിക്കണമേ, സമർപ്പണത്തിൻ്റെ നാളുകളായിരിക്കണമേ, സ്വയം ശുദ്ധീകരണത്തിൻ്റെ നാളുകളായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതം അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു പൊന്നുനാഥ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശും ശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എനിക്ക് മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ശുദ്ധിമതിയായ കന്യാമറിയാമ്മയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ മധ്യസ്ഥതയും കാവലും നാം എല്ലാവരോടും കൂടെയും ഇന്നും എന്നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവരിയൻപേ, നീ മാത്രമാണ് എനിക്കാധാരം. കരുണാ